ഉണ്ടായിരിക്കുന്നത് മുബഷീർ പി അക്ബർ കൂടി ചേരുന്നു. നിലമ്പൂർ തവനൂർ ജയിലിന് മുന്നിൽ നിന്ന് മുബഷീർ, എന്താണ് ഇനി ജയിലിലുള്ള നടപടിക്രമങ്ങൾ? എപ്പോൾ PV അൻവറിന് പുറത്തിറങ്ങാൻ പറ്റും? ഇപ്പോൾ തന്നെ അവിടെ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. വൻ സ്വീകരണം ഒരുങ്ങുകയാണോ അവർ? വിനിതയുടെ 1 മണിക്കൂറിന് ഉള്ളിൽ തന്നെ PV അൻവറിന് ജയിൽ മോചിതനാകാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് പിന്നിൽ തവറൂർ സെൻട്രൽ ജയിലുണ്ട്. ഇവിടെ അൻവറിന് ജാമ്യം ലഭിച്ച വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാവിലെ മുതൽ അൻവറിന് ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തിറങ്ങുന്നത് കാട്ടി നിരവധി അൻവറിന്റെ അനുയായികൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അൻവറിന്റെ സാമൂഹ്യ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. മുന്നണി പ്രവേശനം ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നെങ്കിലും പല ഘട്ടങ്ങളിലും അത് പാളിപ്പോയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടായ ഒരു ജനകീയ വിഷയം ഉയർത്തിയുള്ള പ്രതിഷേധം, ആ ഒരു പ്രതിഷേധം അതിനാടകീയമായ സംഭവങ്ങളുടെ ഒരു സംഘർഷത്തിൽ കലാശിക്കുന്നു. ആ ഒരു സംഘർഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് കേസെടുക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ അൻവറിന്റെ അനുയായികൾക്കെതിരെയും അൻവറിനെയും 1-ാം പ്രതിയാക്കി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 120-ലധികം വരുന്ന പോലീസുകാർ ഒതായിലുള്ള അൻവറിന്റെ വീട്ടിലേക്ക് എത്തി അറസ്റ്റ് ചെയ്ത കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് അൻവർ വിമർശനമായി ഉന്നയിച്ചത് ഭരണകൂട ഭീകരതയാണ് ഇവിടെ നിലനിൽക്കുന്നത്, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി താൻ മാറി എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അറസ്റ്റുമായി സഹകരിക്കും, കോടതിയിൽ സത്യം തെളിയിക്കുമെന്നുള്ളതായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. ആ ഒരു അറസ്റ്റിലൂടെ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ അൻവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതൊരു പരിധിവരെ അൻവറിന് സാധിച്ചെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളുടെ തുടർച്ചയായി അൻവറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൊതുസമൂഹം കാണുകയുണ്ടായി. അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF-ന്റെ നേതാക്കൾ അൻവറിനെ പരസ്യമായി തന്നെ പിന്തുണച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. VD സതീശൻ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളി പറഞ്ഞിരുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് ഒരു ജനപ്രതിനിധിയെ, ഒരു MLA-യെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമൊക്കെ തന്നെ, ഒരു കേസൊക്കെ തന്നെയാണോ ഇതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച അറസ്റ്റ് നടപടിയിലൂടെ വലിയൊരു പിന്തുണ അൻവറിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായി തന്നെ UDF-ന്റെ ഭാഗമാകാൻ അൻവർ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാമ്യ നടപടികൾ ഏകദേശം 1 മണിക്കൂറിൽ തന്നെ ഇങ്ങോട്ടേക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ എത്തിച്ചാൽ അദ്ദേഹത്തിന് ജയിൽ മോചിതരാകാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു പ്രകടനമാക്കി മാറ്റാൻ തന്നെയാണ് നിലവിൽ അൻവറിന്റെ അനുയായികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തുറന്ന വാഹനത്തിൽ ആയിരിക്കും ഒരുപക്ഷെ അൻവറിനെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിശേഷം അത്രയധികം പോലീസ് അദ്ദേഹത്തെ ഉപദ്രവിച്ചു, കള്ളക്കേസെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നൊരു പ്രതീതി വരുത്തി തീർക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശേഷം 14 ദിവസത്തേക്കാണ് തന്നെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. PV അൻവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു. പക്ഷേ സുരക്ഷാ ഭീഷണി ഉൾപ്പെടെ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അൻവറിനെ പിന്നീട് കിലോമീറ്ററുകൾ പുറത്തുള്ള 2 മണിക്കൂർ ദൈർഘ്യം യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. അതിനെതിരെ DMK അനുയായികൾ, ഹംസയെ പോലെയുള്ള നേതാക്കൾ അതിനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടു. ഇന്ന് കോടതിയിൽ വെച്ച് അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചതുപോലെ സത്യം കോടതിയിൽ തെളിയിക്കപ്പെടും, അതുവഴി തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന് അൻവർ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റ് വരിച്ച് 24 മണിക്കൂറിൽ തന്നെ അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ജയിൽ മോചിതനാകാൻ പോകുന്നു. ആവേശത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ, അനുയായികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു, നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്നു. അതുവഴി നിലവിൽ പിന്തുണ ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അത് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി അവർ എന്തായാലും 1 മണിക്കൂറിൽ തന്നെ തന്നെയാണ് PV അൻവർ പുറത്തിറങ്ങുന്നത് എന്നതാണ് നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ PV അൻവർ എന്ന നേതാവും MLA-യും വലിയ ചർച്ചയാകുന്നു. ഇനി PV അൻവർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ജയിലിൽ വെച്ച് താൻ പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്, താൻ അപായപ്പെടുത്താനുള്ള സാധ്യത വരെയുണ്ട് എന്നുള്ളത് അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും സ്ഥലപരിമിതിയുള്ള മഞ്ചേരി സബ് ജയിലിൽ നിന്നും അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജയിലിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതിന്റെ പ്രസക്തി ഏറുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന പ്രതികരണം എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അൻവറിന്റെ അനുയായികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജാമ്യം ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ തീരുമാനിച്ചത്? ഇപ്പോൾ PV അൻവറിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ തന്നെ ഒരു മേഖലയിലുണ്ട്.
അദ്ദേഹം ഇറങ്ങുന്നതോടുകൂടെ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉണ്ടാകുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. കാരണം 7 മണിക്ക് മുമ്പ് അവിടുന്ന് ഒറിജിനൽ ജഡ്ജ് സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ ഇവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ഈ സമയത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്ന് കോർഡിനേഷൻ ഭംഗിയായി നടന്നാൽ മാത്രമേ. രാവിലെ നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു, അകത്തേക്ക് പ്രവേശിച്ച് കണ്ടിരുന്നു. അദ്ദേഹം ആ ഒരു സമയത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് തന്നെ ഇറങ്ങാൻ കഴിയുമെന്ന്. ഇല്ല, അപ്പോൾ അതെന്തായാലും കോടതി എന്താണോ പറയുന്നത്, എന്താണെങ്കിലും അത് അതേപോലെ തന്നെ. ശരി മുബഷീർ, നമുക്ക്